ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. അനീഷിന്റെ പ്രണയം, അനുമോളുടെ എതിർപ്പ്, അങ്ങനെ കുറെ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ വീഡിയോസ് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ കൗതുകത്തോടെ പോയി നോക്കിയത്. ചേടാ ശരിയാണല്ലോ, അനുമോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അനീഷ് ചെയ്ത ഒരു ചെയ്ത്തിന്റെ ഒരു പാർശ്വഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക് 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 എന്നൊരു, അതായത് നെഞ്ചിടിപ്പോട് കൂടി ഇരുന്ന് ഈ ഒരു സീസൺ കാണേണ്ട ഒരു ഗതികളിലേക്ക് അനീഷ് എന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അനുമോള് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സപ്പോർട്ടിനായി അനീഷ് വരുന്നു. ഓക്കെ, ഗ്രേറ്റ്. ആ സപ്പോർട്ടായി തന്നെ നിലനിൽക്കണം. അതിന് മറ്റൊരു തലം കൊടുക്കരുത്. ഇതെന്താണെന്നറിയാമോ? നമ്മൾ ഒരാൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് അതിന് ഒരു തിരിച്ച് ഇൻ റിട്ടേൺ ചോദിക്കുന്നു. അവരുടെ ലൈഫാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അനീഷിൻ്റെ ഒപ്പം പൊരുത്തപ്പെട്ടു പോകാൻ അനീഷിനോളം വട്ടുള്ള ഒരു പെണ്ണേ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നില്ല അനുമോളെ കൊണ്ട് സാധിക്കുമെന്ന്. ബട്ട് അനുമോള് ഇൻ എ സെൻസ് ഒരു ഡിപ്പെൻഡഡ് ലേഡിയാണ്. അതായത് അവൾക്ക് അവളുടെ ക്യാരക്ടർ, അവളുടെ നിലപാട്, അല്ലെങ്കിൽ അവളുടെ ലെവൽ എന്താണെന്ന് അവൾക്ക് അറിയത്തില്ല. പലരും അങ്ങനെയുണ്ട്. അവരവരുടെ പൊസിഷൻ, അവരവരുടെ വാല്യൂ അറിയാത്ത ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. പല പെൺകുട്ടികളും ശക്തരാകുന്ന ഡിവോഴ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷമാണ്. ഈ ശക്തി ഇതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പോ ഡിവോഴ്സോ ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് ഒരു മാരേജ് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. അനുമോള് ആ ബ്രേക്കപ്പ് ഉണ്ട്, അതിൻ്റെ നഷ്ടം, അതിൻ്റെ വിഷമം ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരാൾ അവതരിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കണമായിരുന്നു. അതിന് ഇത്ര കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം എന്താ? സിമ്പിളായിട്ട് ഇപ്പം ഇത്രയും ക്യാമറ ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, പുറത്ത് ആൾക്കാർ ഇത് വാച്ച് ചെയ്യുകയാണ്. ഈ കോമൺ സെൻസ് ആ മണ്ടനില്ലേ? അപ്പോൾ ആ മണ്ടൻ നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് അനുമോൾ കാണിക്കണം. അതിന് ആദിലയുടെ സപ്പോർട്ട് ചോദിക്കേണ്ട കാര്യമില്ല, ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. യു ഷുഡ് ഡിസ്കസ് വിത്ത് യു ഓൺലി. കറക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ നീ നിന്നോട് തന്നെ സംസാരിക്കുക, തനിയെ സംസാരിക്കുക. നമുക്ക് നമ്മളുടെ സോളിനോട് സംസാരിക്കാൻ സാധിച്ചില്ല, പിന്നെ ആര് സംസാരിക്കും? നമ്മളാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ വിഷയമാണ്, നമ്മുടെ ലൈഫാണ്. സോ എൻ്റെ ഡിസിഷൻ, എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കാതെ മറ്റൊരാൾ എങ്ങനെ എടുക്കും? നമുക്കൊക്കെ സജഷൻ പറയാനേ പറ്റുള്ളൂ. അവർ തമ്മിൽ മാരേജ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തില്ല. രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ, അയാൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ആളാണ്, ഇവളും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ആളാണ്. ബട്ട് ഡിവോഴ്സി മാനെ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിക്കണം, ഒത്തിരി ചിന്തിക്കണം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തണം. കറക്റ്റ് കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ തലകൊണ്ട് വയ്ക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്യണം. ആ സ്റ്റാറ്റസിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അതിനകത്തുണ്ടായ ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വാക്കൗട്ട് ആയെന്നുള്ളത് കൃത്യമായി നമ്മൾ ബോധ്യപ്പെട്ടാലേ ആ ആൾക്ക് നമ്മൾ തലകൊണ്ട് വയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ദ സെയിം സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യപ്പെടും. എന്തിനാ അങ്ങനെ ഇപ്പോൾ ലൈഫിൽ അങ്ങനെ ഒരു ട്രാജഡി വീണ്ടും വലിച്ചെടുത്ത് വയ്ക്കുന്നത്? അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ സ്വഭാവ സവിശേഷത, ഹീസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ പീപ്പിൾ. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള വ്യക്തിയാണ് അനീഷ്. കാരണം ഇന്നലെയും മെനിയാന്നൊക്കെ പറയുന്നുണ്ട് 200 ദിവസം വേണമെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ആയി ലൈക്ക് ദ ഹൗസ് എന്ന്. അങ്ങനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തിനാ ഒരു പ്രണയം? അതിൻ്റെ ആവശ്യം എന്താ? അവൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണാണ്, ഇവ അതിനകത്ത് തന്നെ കിടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തനാ. എന്താണ് നമ്മൾ ഒരാൾ നമ്മളോട് വന്നൊരു പ്രണയം പറയുകയാണ്. 30 വയസ്സ് എന്ന് എടുത്ത് പറഞ്ഞ് പലരും കളിയാക്കുക എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ആദിലെ പോലെ നിനക്ക് 30-35 വയസ്സായില്ലേ എന്ന് പറയുന്നത്. 26 വയസ്സായ ആ കഴുതയ്ക്ക് അറിയില്ല 4 കൊല്ലം കഴിഞ്ഞാൽ അവക്കും 30 ആകുമെന്ന്. ഈ ഏജ് പറഞ്ഞ് കളിയാക്കുമ്പോൾ ആദിലെയും അനുവിനെയും വെച്ച് നോക്കുമ്പോൾ അനു ചെറുതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ വയസ്സ് നിശ്ചയിക്കുക. നമ്മുടെ ഫിഗർ, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന നമ്മൾ ഏത് രീതിയിലാണ് ഒരാളോട് അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഏജ് നിശ്ചയിക്കുക. അല്ലാതെ ഈ കാണുന്ന എന്താ പറയണേ, അവൾ കാണിക്കുന്നത് പോലെയൊക്കെയാണ്. അവൾ വെറും മുതുക്ക് തള്ളയുടെ സ്വഭാവമാണ് ആദില കാണിക്കുന്നത്. ഓക്കെ, അതൊരു മറ്റൊരു ഡിസ്കഷൻ. നമുക്ക് ഈ പ്രണയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അല്ലെ എന്നോടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ നല്ല അഭിപ്രായമാണ്. മുമ്പ് എനിക്ക് മറ്റൊരു അഭിപ്രായം, മുമ്പ് നിനക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, അതൊരു പോയിന്റ്. ടിങ്, അവിടെ ഒരു ബെല്ലടിക്കണം. ടിങ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവൾ പറയുന്നത് എനിക്ക് മുമ്പ് ഇഷ്ടമില്ലായിരുന്നു, ഇപ്പം എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരാളാണ് എന്നാണ് എൻ്റെ ഒരു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചു. ഇത് വെരി നെക്സ്റ്റ് മൊമെന്റ് ചോദിക്കുന്ന ചോദ്യമാണ്. കോഴികൾ അങ്ങനെയാണ്, എല്ലാവരുടെ അടുത്തും അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരും. നമ്മൾ ഒരുപാട് കോഴികളെ ഡീൽ ചെയ്തിട്ടാണ് ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത്. ഇത് അനുമോൾക്ക് അറിയില്ല. അനുമോൾ ഒരുപാട് ഇന്നസെന്റ് ചമയാണ് ഇതിനകത്തൊരു ഇന്നസെൻസും ഇല്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഇഫ് നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ മീൻസ് നോ എന്ന് തന്നെ അടിച്ചു പറയണം. അതാണ് നിലപാട്. ആ നിലപാട് ആ കൊച്ചിനില്ല. അയാൾക്ക് പിന്നെ ഒരു ഹിന്റ് കൊടുക്കുക, അയാൾ ദേഷ്യപ്പെട്ടിരുന്നിട്ട് പോടാവേ എന്ന് പറയണം. ഗെറ്റ് ലോസ്റ്റ്. നിങ്ങൾ തനിച്ചാണ്. ബേസിക്കലി എവറി ഓൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും തനിച്ചാണ്. നിങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾക്ക് തോന്നലാണ്
അമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും, അപ്പൂപ്പനുണ്ടാവും, അമ്മമ്മ ഉണ്ടാവും, ഇവനുണ്ടാവും, ഒരുത്തരും ഇല്ല. നിങ്ങൾ തനിച്ചാണ്. ഓരോ പേഴ്സണും ഇൻഡിവിജ്വൽ അവർ തനിച്ച് തന്നെയാണ്. അതൊരു വലിയ റിയലൈസേഷൻ ആണ്. നമുക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ തനിച്ച് തന്നെയാണ്. ഡിസിഷൻ നമ്മൾ എടുക്കണം. നമ്മളാണ് ജീവിക്കുന്നത്, നമുക്കാണ് മുറിപ്പെടുന്നത്, നമ്മളുടെയാണ് ലൈഫ്. അത് നമ്മൾ ചൂസ് ചെയ്യണം. അതിനിപ്പോൾ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇത് എങ്ങനെ സ്കിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് അനീഷിനോട് പറയാം, ഓക്കെ നിങ്ങൾ എന്നോട് പ്രപ്പോസ് ചെയ്തു, അതിനുള്ളൊരു മീഡിയ അല്ല ചേട്ടാ, എൻ്റെ അടുത്ത് ഇത് പറയരുത്. ആൻഡ് ഞാൻ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കൺസേൺ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ സുഹൃത്തായിരുന്നു, എൻ്റെ സഹോദരനായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ഇതിൽ നിന്നൊരു ട്രാൻസ്ഫർ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ബട്ട് ദർ ഈസ് എ ചാൻസ്. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇയാളുടെ ഒരു സ്ട്രാറ്റജി അവിടെ വർക്ക് ചെയ്യത്തില്ല. ഇതിപ്പം അനുമോളെ കോട്ടം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അനുമോൾ ഇനിയിപ്പോൾ അയാളുടെ അടുത്ത് മിണ്ടില്ല, അവർ തമ്മിൽ മിണ്ടാതെ നടക്കും. അനീഷിന്റെ ഫാൻസ് എല്ലാം കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യും. അനുമോൾ വീണ്ടും ഒരു സ്ട്രെസ്സിലേക്ക് പോകും, ഗെയിം കളിക്കാനുള്ള മൂഡ് പോകും, മൊത്തത്തിൽ കൺഫ്യൂസ് ആകും, മെന്റലി അവളെ ഡിസ്ട്രാക്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നത്തിങ് ആണ്. ഇത് സിമ്പിൾ മാറ്റർ ആണ്. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മിക്ക പെൺകുട്ടികളും പകച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് ശേഷം അനുമോൾ പോയി ആദിലോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വഴി തുറന്നു കൊടുത്ത ഈ വൃത്തികെട്ടവനാണ്. അവൾക്ക് മറ്റൊരാളില്ല. അത് ആദിൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. വേറൊരാളോട് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നേരെ പോയി ആദിലെടുത്ത് കമന്ന് വീഴുന്ന കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് എനിക്ക് ഇത്രയും ബോറിംഗ് ആയി തോന്നിയ ഒരു ലൈവ് വേറെയില്ല. ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. വൈ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഇഫ് അത് മോട്ടിവേറ്റ് ചെയ്യാൻ, ഒരു പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്കത് പറയാം. ഇപ്പം നമ്മളൊക്കെ ലൈവ് സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. എപ്പോഴും ഞാൻ പോസിറ്റീവ് വശങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നെഗറ്റീവ് വശങ്ങൾ വളരെ റെയറാണ്. മെന്റലി വീക്കായിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ നെഗറ്റീവ് വശങ്ങൾ മറ്റൊരാളോട് പറയൂ. ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ നെഗറ്റീവ്സ് ഒരാളോട് ഷെയർ ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമ്മളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം പറയുക. ബിക്കോസ് ആ നെഗറ്റീവ് വശം കേൾക്കുന്ന ആളുടെ വ്യക്തിയുടെ മനോഘടനയ്ക്ക് അനുസരിച്ചായിരിക്കും അവർ പിന്നെ നമ്മളോട് റിയാക്ട് ചെയ്യുക. ബേസിക്കലി ഇപ്പോൾ ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്ക് മനസ്സിലായത് അനുമോൾ ആരുമായിട്ട് സഹകരിക്കാത്തൊരു കുട്ടിയാണെന്നാണ്. അനുമോൾ അങ്ങനെയല്ലെന്ന് അനുമോൾക്കറിയാം. അവിടെ വന്ന മെജോറിറ്റി ആൾക്കാരും അനുമോളുടെ സുഹൃത്തുക്കളാണ്. ദാറ്റ് പീപ്പിൾ അനുമോളെ ഉപയോഗിച്ചിട്ടുണ്ട്, പല രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു പറയാൻ, അതായത് കൃത്യമായി താൻ എന്താണെന്നും തനിക്ക് ഇവരൊക്കെ എന്തായിരുന്നു എന്നും താൻ എങ്ങനെയായിരുന്നു എന്നും കൃത്യമായി ഒരു 2-3 വേർഡ്സ് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നവരെ ബിഗ് ബോസിൽ പോകാവൂ. അല്ലാത്തൊരു പോകരുത്, നിങ്ങൾ ഫ്ലോപ്പായി പോകും. അനുമോൾ എന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഷീസ് ബോൾഡ്. അവൾക്ക് പേയ്മെന്റ്സ് വേണം, അവളുടെ കുടുംബത്തിനെ സംരക്ഷിക്കണം. ഒരുപാടെടുത്ത് ആ പെൺകുട്ടി ഒരു പരാജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സെഗ്മെന്റിൽ അവൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വൻ പരാജയമായിരിക്കും അനുമോളുടെ ലൈഫ് ഇൻ ഫ്യൂച്ചർ. ബിക്കോസ് അവൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെയാണ്. അവരെയാണ് കൺസേൺ ചെയ്യുന്നത്. അവരുടെ ഫാമിലി, അവർ നന്നായിരിക്കണം, ഞാൻ അവരെ നോക്കും. യു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് മാൻ. നിങ്ങൾ ഇതിനെ മറ്റൊരാളെ നോക്കാൻ പോകുന്നേ? എവരി ഓൺ അവരവർക്ക് അവരവരുടെ ലൈഫുണ്ട്. ഒരു പടി വരെ നമ്മളുടെ ഒരു സപ്പോർട്ട് മാത്രമേ അവർക്ക് പാടുള്ളൂ. നമുക്ക് നമ്മളാണുള്ളത്. അപ്പം നമ്മളെയാണ് കൂടുതൽ. നമ്മൾ സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് ലോകത്ത് ആരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ ബേസിക് തിയറിയാണ്. സെൽഫ് ലവ് ആണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ചാൽ, ഇപ്പം എനിക്ക് എൻ്റെ ആരോഗ്യം, ഞാൻ എന്ന വ്യക്തിയെ നോക്കാതിരുന്നാൽ എനിക്ക് മറ്റൊരാളെ കെയർ ചെയ്യാൻ പറ്റുമോ? ആദ്യം എന്താ വേണ്ടത്? ബേസിക്കലി നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ ലവ് ചെയ്യണം. ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ അയാൾ ഇട്ടിരിക്കുന്ന ഒരു വലിയ ബോംബാണ് എന്ന് തിരിച്ചറിയാൻ 70ഓളം ക്യാമറകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവുകൾ അനുമോൾക്കില്ല. വളരെ സിമ്പിളായി പറയാവുന്ന ഒരു കാര്യമാണ്, ചേട്ടാ വെയിറ്റ് അണ്ടിൽ ഇത് തീരട്ടെ, നമുക്ക് പുറത്തിറങ്ങാം, വി വിൽ ഡിസ്കസ്. നമ്മുടെ പേരൻസും കൂടെ സംസാരിക്കണം. വി ആർ നോട്ട് ഓർഫൻസ്. നമ്മൾ അനാഥരല്ല, നമുക്ക് പേരൻസ് ഉണ്ട്, അവർ ഡിസ്കസ് ചെയ്യട്ടെ, അവർ ഡിസൈഡ് ചെയ്യട്ടെ, ദിസ് ഈസ് നോട്ട് മൈ ഡിസിഷൻ എന്ന് പറഞ്ഞ് സ്കിപ്പ് ആവാന്നുള്ളതേ ഉള്ളൂ. അപ്പം അവിടെ ഒരു പോയിന്റ് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. പുള്ളിക്ക് പിന്നെ അത് വെച്ച് അടിക്കാനൊക്കത്തില്ല. ഇപ്പം എന്താണ്, അവൾ ഞോ പറഞ്ഞു എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് പോകും. അയാൾക്ക് അല്ലേലേ ഒരുതരം വട്ടും ക്ലീച്ചറയാണ്. അങ്ങനെയുള്ള അയാൾ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അവളുടെ അടുത്ത് പെരുമാറും, മിണ്ടാതെ നടക്കും. ആ മുഷിവിൽ അവൾക്ക് ടെൻഷൻ വരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് അറിയത്തില്ലേ എങ്ങനെയാണ് ഒരു പ്രപ്പോസലിനെ നോ യെസ് പറയുക എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല. ഈച്ച് ആൻഡ് എവറി ഡേ യു വിൽ ഗെറ്റ് പ്രപ്പോസൽ. അതൊരു പെണ്ണിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈവൻ മാരീഡ് ആയ പെണ്ണുങ്ങൾക്ക് ഒരു പ്രപ്പോസൽ പോകും. അത് ഒരു അങ്ങനത്തെ ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാണാൻ ഭംഗിയുള്ള നല്ല ക്യാരക്ടറാണെന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ പ്രപ്പോസ്. ആൻഡ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ പലരും ഈ അവിഹിതത്തിലേക്ക് പോയി ചാടുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഭർത്താവ് ഈ അപ്രീസിയേറ്റ് നടത്തത്തില്ല, നീ നല്ല ചെയ്യുന്നു, ഇത് നല്ല അങ്ങനെ പുകഴ്ത്തത്തില്ല. പക്ഷെ ഒരു സെക്കൻഡ് പേഴ്സൺ വന്ന് കാണുമ്പോഴത്തേക്ക് പറയും, നീ നല്ലതായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, സൂപ്പറാന്ന് പറയും.
അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു അയാളാണ് എന്നെ കൂടുതൽ കൺസേൺ ചെയ്യുന്നത്, ഈ വാഴയിലൂടെ ജീവിക്കുന്നതിലും ഭേദം അയാളാണ്. ഇതൊക്കെയാണ് ഈ അവിഹിതത്തിന് മാർഗം ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു പെൺകുട്ടിയുടെ മനോഘടന എന്താണെന്ന് ബോധമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെയാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. അങ്ങനെ ഒരാൾ വന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേ കമന്നങ്ങ് വീഴാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ലൈഫിൽ അയാൾക്ക് ടൈം ഉണ്ടാവത്തില്ല, ഓർ എൽസ് അയാളെ വായി കൊണ്ട് തന്നെ അയാളെ കൊണ്ട് അത് പറയിക്കാനുള്ള ടാലന്റ് നമുക്കുണ്ടായിരിക്കും. യെസ്, നീ ഇങ്ങനെ ആയത് കൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തത് എന്നുള്ള ഒരു ടൈം അയാളെ കൊണ്ട് തന്നെ പറയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് ടാലന്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ 0 ഡിഗ്രിയിൽ ഇരുന്നിട്ട് എല്ലാവരും എല്ലാം കൊണ്ട് തരണം, എല്ലാവരും എല്ലാം പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എടുത്ത് വർക്ക് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഓരോ പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാൻ ഉള്ളത്, ഈ രീതിയിൽ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയരുത്, പകരം ഒരു തട അവിടെ അങ്ങ് ഇട്ടേക്കുക. അതിനകത്ത് എസ് ഉണ്ടാവണം, നോയും ഉണ്ടാകണം. നമുക്ക് പരിക്കും പറ്റരുത് എന്നാൽ അയാൾക്ക് നമ്മളെ അടിക്കാനുള്ളൊരു സാധനം ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഡയറക്റ്റ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ശത്രുത ഉണ്ടാവും, ഇൻസൾട്ടഡ് ആകും. ആൻഡ് ഇൻസൾട്ട് പിന്നെ വൈരാഗ്യമാകും. ആ വൈരാഗ്യത്തിൽ പിന്നെ നമ്മളെ എന്ത് ചെയ്യാനും ഒരു തയ്യാറാകും. ഇയാളെന്ന് പറയുന്നത് ഒരു കുളക്കോഴിയാണെന്നുള്ളത് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ, ജിസേൽ വന്നിട്ട് ഐ ലവ് യു എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അന്ന് പറ്റൂല എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രാറ്റജി കാണിച്ച ആള് മോഹൻലാൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കിവിടെ 2 പേരോട് ക്രഷ് ഉണ്ട്. അത് തന്നെ ഒരു ഹിന്റാണ് അനുമോൾക്ക്. സോ അവൾക്കത് മനസ്സിലായിട്ടില്ല. ആൻഡ് അതിനെ മൂട്ടി കൊടുക്കുകയാണ് ഷാനവാസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവൻ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അന്ന് അവൻ ഈ പെങ്കൊച്ചിനെ മൂട്ടി കൊടുക്കുകയാണ് ചെയ്തത്. കളിയാക്കിയാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കോമഡി പീസുകൾ പറയുമ്പോൾ അവിടെ തടയിടുക. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് ഇങ്ങനത്തെ കോമഡീസ് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള ആർജവം അവൾ കാണിക്കണം. അത് അവൾ പലയിടങ്ങളിലും അനുമോളത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കള്ളി എന്തൊക്കെയാ പെണ്ണിനെ പറയുന്ന കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ ചെവിക്കലിനൊരാൾ കൊടുത്തിട്ട് ഇനി ഇറങ്ങി വരികയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു വിരൽ ഇതിന് അകലത്തിൽ നീക്കി നിർത്തണം. പകരം ഈ പ്രശ്നം വന്ന ഉടനെ അവൾക്ക് മറ്റൊരാളോട് ഡിസ്കഷൻ ഇല്ല. മിണ്ടാതിരിക്കടി, തനിയെ പോയി സംസാരിക്കടി, ക്യാമറ നോക്കി കോടിക്കണക്കിന് ജനങ്ങൾ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കടി, ആൻസർ എന്ന് പറയടി. ഇതിന് പകരം അവിടെ വരുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ വാഴ നട്ടു, ഞാൻ നെല്ലിക്ക നട്ടു, ഞാൻ മറ്റത് നട്ടു, എൻ്റെ സഹോദരങ്ങളെ ഞാൻ നോക്കി, ഞാൻ ഉടുപ്പ് കൊടുത്തു, ഞാൻ നിക്കർ കൊടുത്തു, ഞാൻ ജട്ടി കൊടുത്തു. റബിഷ് ടോക്ക്. ഇതുവരെ കിട്ടിയത് പോരെ ഈ പെൺകൊച്ചിന്. ആദില നൂറയോട് ലൈഫിലെ എല്ലാ സാധനവും വിളമ്പി അവരത് വെച്ച് നിന്നെ മുതലെടുത്ത് നീ എന്ന വ്യക്തിയെ ഇല്ലാണ്ടാക്കുകയാണ് അവിടെ. എത്രത്തോളം ഫെയിമിൽ നിന്നൊരു കുട്ടിയാണ്, എത്ര അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, എത്ര ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. തനിച്ച് നടന്ന് മുന്നേറി വന്നതാണ്, ഒരു കുടുംബത്തിൻ്റെ നാഥയാണ്. ഈ വയസ്സിൽ നീ ഉണ്ടാക്കിയെടുത്തത് എന്തൊക്കെയാണ്? അവരെ പോലെയാണോ? ഒരു ബാഡ് നെഗറ്റീവ് പുറത്തില്ല നിനക്ക്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് സെൽഫ് ലവ് ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, സെൽഫായിട്ടൊരു തോന്നലും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു പോർഷൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ എടുക്കണമെന്ന് അവൾക്ക് അറിയത്തില്ല, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഇന്നസെൻസ് അല്ല, ഇഗ്നോറൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ എന്തിനെയാണ് ഇത് ചെയ്യുന്നത്, ഏത് ഷോയാണ്. ഇത്രയധികം മനുഷ്യർ കാണും, നമ്മുടെ യെസ് നോയ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയണമെന്നുള്ള കോമൺ സെൻസ് ആ പെൺകൊച്ചിനില്ല. ഉണ്ടെങ്കിൽ അത് വെരി നെക്സ്റ്റ് മൊമെന്റ്, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി ഡിസ്കസ് ചെയ്യാം, നമുക്ക് പുറത്തു പോകാം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഇത് അതിനുള്ള മീഡിയം അല്ല. മൈസെൽഫ്, എനിക്ക് നിങ്ങളോട് താല്പര്യക്കുറവൊന്നുമില്ല, സിമ്പിൾ അല്ലേ. എനിക്ക് വീട് കൂട് ആന ചേന എന്തിനാ ഇത്രയൊക്കെ പോകുന്നേ? ഇത് ഈ ഒരു കാരണവശാലും അനീഷിന്റെ ഭാഗത്തെ തെറ്റല്ല, ഇത് അനുമോളുടെ തെറ്റാണ്. അവിടെ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം നെവിനുമായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നാലും എവരിവെയർ അനുമോളാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം കാതൽ. നമ്മൾ നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. നമ്മൾ അവർക്ക് ഇളക്കരമായി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അത് മലയാളം മീനിങ് അതാണോന്ന് അറിയത്തില്ല, തമിഴാണെന്ന് തോന്നുന്നു, അത് നമ്മൾ എന്താ പറയണത്, നമ്മൾ ഇളந்த മനസ്സോടെ എങ്ങനെയാ പറയാ, നമ്മൾ അതിനൊരു സ്പേസ് കൊടുക്കുന്നു. ആ സ്പേസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ അടുത്തൊന്നും ഒരാൾ വന്നിട്ട് ഐ ലവ് യു എന്ന് ഒരു വട്ടേ പറയുള്ളൂ, പിന്നെ ഒന്നും കൂടെ പറയത്തില്ല. ബട്ട് അയാളെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടുകാക്കത്തില്ല. ഹി വിൽ ബി ദെയർ ആസ് മൈ ഫ്രണ്ട്. പക്ഷെ എനിക്ക് പറയാനറിയാം ദർ ഈസ് എ ലിമിറ്റ്. നിങ്ങൾക്ക് ഈ ലിമിറ്റാണ്, ഈ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരരുത്. അവിടെ നമ്മളൊരു വരയങ്ങ് വരയ്ക്കുകയാണ് വേണ്ട. അല്ല നമ്മൾ വഴിഞ്ഞ് കുഴഞ്ഞ് സംസാരിച്ച് കിണിച്ചു കൊണ്ടിരുന്നാൽ അവരത് യെസ് ആയിട്ട് എടുക്കും. നമ്മൾ പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൺ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള സമയത്ത് നമ്മൾ പറയുക തന്നെ വേണം. അത് ചെയ്യാത്തതിൻ്റെ കുറ്റമാണ് ഇപ്പോൾ അവൾ അനുഭവിക്കുന്നത്. നെവീനുമായിട്ട് ഓവറായിട്ട് കിടന്ന് കൊഴയുക, അവൻ ഇരിക്കുന്നുണ്ട്, അവൻ വന്ന് മടി കിടന്നാൽ പോലും അവൾ എടുത്ത് മാറ്റത്തില്ല. ഷീ ഹാവ് ഓൾ ദ റൈറ്റ്സ്. ഈ കുലസ്ത്രീ പട്ടം എന്നുള്ളൊരു ടേം എല്ലാവരും പറയുമ്പോൾ
എല്ലായിടത്തും അനുമോൾ അത് കാണിക്കാറില്ല. പില്ലോ എടുത്ത് മടിയിലിട്ടിട്ട് പിന്നെ അയാൾ വന്ന് കിടക്കുന്നു. എഴുന്നേറ്റ് പോകണമെന്ന് പറയാൻ എന്താ പ്രശ്നം? ആയിക്കോട്ടെ, നിങ്ങളൊരു പതിവ്രതയാണെന്നോ അല്ലെങ്കിൽ ഈ രീതിയിലൊരു സദാചാരവാദിയാണെന്നോ പറഞ്ഞോട്ടെ. എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എനിക്കത് ഇഷ്ടമില്ല, അപ്പൊ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. അത് ഫിലിമാണ്, അത് ആക്ടിങ് മോഡാണ്. അങ്ങനെ ആക്ടിങ് മോഡിൽ നിൽക്കുന്നവർ എവിടെയും പോയി എന്തിനും വഴിഞ്ഞ് നിൽക്കണമെന്നില്ല. അപ്പൊ നമ്മളാണ് നമ്മളെ മോശമാക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ലൈൻ ഇല്ല, നല്ല സുഹൃത്തുക്കളില്ല. അതൊരു സത്യമാണ്. നല്ല സ്ട്രോങ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവളോടൊന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണിത് കെയർ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ഇവരുടെ വിവാഹത്തിൽ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീഷ് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അയാൾ വേറൊരു ഫാൻറ്റസി വേൾഡിലാണ്. അയാൾ നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യുന്ന മനുഷ്യനേ അല്ല. അയാളെ പറ്റി കുറേ അധികം ആൾക്കാർ വന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ ഫാമിലി പോലും എക്സ്ട്രീംലി എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കുടുംബമാണ്. അത്തരമൊരു കുടുംബത്തിലേക്ക് ഇത്രയും അധികം ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യണത് അനുമോൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കത്തില്ല. ആൻഡ് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൾ വൻ ഫെയിമിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ഫെയിമാണ് പുറത്തുള്ളത്. അങ്ങനെ എല്ലാത്തിലും എവിടെയും ബിസിയായി ഇതുപോലെ ഇതായിട്ട് നടക്കുന്ന അനുമോൾക്ക് ഒരിക്കലും അയാൾക്കൊപ്പം പോയി നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ നമ്മുടെ ലൈഫിൻ്റെ ജേർണി കൊണ്ടുപോകുമ്പോൾ സഡൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മുടെ ലോകം വെട്ടിച്ചുരുക്കരുത്. അത് അയാൾ ചെയ്യില്ലല്ലോ, അപ്പം നിങ്ങളും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടിയോ ഒക്കെയാണ് അയാൾ അട്രാക്ട് ചെയ്തത്, അല്ലെങ്കിൽ സഹതാപം. ഇതെല്ലാം ഡേഞ്ചറാണ്. ഈ സഹതാപത്തിൽ വരുന്ന പ്രണയം ഡേഞ്ചറാണ്. സഹതാപം തീരുമ്പോൾ നമ്മളോട് വൈരാഗ്യം തോന്നും, എന്തിനിതിനകത്ത് ഈ ഡിസിഷൻ എടുത്തു എന്ന് തോന്നും. അതേപോലെ തന്നെ ഈ പറയുന്ന ഫെയിം കണ്ടിട്ടും സൗന്ദര്യം കണ്ട് ഇത് തീരും, ഫെയിമും സൗന്ദര്യവും തീരുമ്പോൾ വീണ്ടും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അനുമോൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പുരുഷൻ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നന്നായി മനസ്സിലാക്കിയ, അവളെ വ്യക്തിത്വത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജോലിയിലിരിക്കുന്ന നല്ല ഒരു മനുഷ്യനാണ്. ഇത് ഇനി മീൻസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അനുമോൾക്ക് സൂട്ടബിൾ ആവുക. അല്ലാണ്ട് ഇയാളല്ല. ശരിയാണ്, അനുമോളെ കൊണ്ടൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ബിക്കോസ് അവൾ നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ഗേളാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിലേക്ക് അവളെ കൊണ്ടുപോയാൽ അതൊരു നഷ്ടമാവില്ല. പക്ഷേ അവളെ അറിയുന്ന ഒരുത്തനായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം തോന്നിയ ഒരു ക്രഷിൽ ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് തെറ്റാണ് 100 വട്ടം തെറ്റാണ്. അവൾക്കൊരിക്കലും അയാളൊരു കംഫർട്ട് സോൺ അല്ല. അവളുടെ കംഫർട്ട് സോണുകൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അവൾ നേരെ പോയി ആദിലയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവൾ ഒരിക്കലും ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു സെക്ഷനാണ് അനീഷാണ് അങ്ങോട്ട് കുത്തിക്കയറി ചെന്നിട്ട് അവളടുത്ത് താല്പര്യം പറഞ്ഞത്. അല്ലാതെ അനുമോൾ തനിച്ചു പോയിരുന്നതാണ്. അനുമോൾ ആ തനിച്ചിരിക്കുന്നതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് അയാൾ ശ്രമിച്ചത്. മാത്രവുമല്ല ജെല്ലാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദില നൂറയോട് ചേർന്ന് നിൽക്കാൻ അയാൾ പറയുന്നത് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു വൃത്തികേടാണ്. അയാൾക്ക് അത്രത്തോളം ബോധമില്ല. എത്രത്തോളം മോശമായി എത്രത്തോളം വൾഗറായി പറഞ്ഞവരുമായി ജെല്ലാവൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അയാൾ ചെയ്യുമോ? അയാൾ എങ്ങനെ വൾഗറായി പറഞ്ഞു അവരുമായിട്ട് അയാൾ പോയി ചേരുമോ? ഇല്ല. പിന്നെ അവളെ എന്തിനു നിർബന്ധിക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഹീസ് നോട്ട് ഒരു നല്ല പെയറല്ല, അയാൾ നല്ലൊരു പാർട്ട്ണർ അല്ല. അപ്പം അത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് അനുമോൾക്ക് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. പിന്നെ അതിൻ്റെ അപ്പാർട്ട് ഫ്രം അവരുടെ ലൈഫ് ജേർണിയാണ്, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഇതായിരുന്നു നല്ലത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ആൻഡ് വൺ മോർ തിങ്, ഇത് ഷാനവാസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിലെടുത്ത് നൂറെടുത്ത് മറ്റൊരെടുത്ത് മറിച്ച് ഒന്നും വേണ്ട. കോൾ ഹിം ഡയറക്ട്ലി, സിറ്റ്, എന്നിട്ടത് പറഞ്ഞു തീർക്കുക. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടു, ഞാൻ കുറച്ച് ആലോചിച്ചു, എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, സോ വി വിൽ ഡിസ്കസ് ഇറ്റ് ആയിട്ട്. അത്രയേ ഉള്ളൂ. അവിടെ 2 കൺസേൺ ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അനീഷിന്റെ ഫാൻസിന്റെ വോട്ട് കൂടെ അനുമോൾക്ക് കിട്ടും. ക്ലെവർ ആണെങ്കിൽ അവൾ അങ്ങനെ ചെയ്യണം. അവൾ ക്ലെവർ അല്ല, അതുകൊണ്ടാണ് പൊട്ടിയ. അതാണ് പ്രശ്നം. അവളുടെ പൊട്ടത്തരമാണ് പ്രശ്നം. പക്ഷെ പാവമാണ്, ഇന്നസെന്റ് ആണ്. ആ ഇന്നസെൻസ് മറ്റുള്ളവർ ഉപയോഗിക്കും. എല്ലാ പെൺകുട്ടികളും തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ അനുമോൾ നല്ലൊരു മോഡലാണ്. ഇതേ സാധനം ലക്ഷ്മിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഡയറക്റ്റ്ലി പറയും നോ. സിമ്പിളാണ്. അതാണ് വ്യത്യസ്തത. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, അതാണ് ലക്ഷ്മി. ബോൾഡ്നെസ് അതായിരിക്കണം. ഒരു പെൺകുട്ടി എന്താണെന്നുള്ളതിൻ്റെ ശരിക്കുള്ള മാതൃകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ അത് ലക്ഷ്മി എന്ന് ഞാൻ പറയും. കാരണം അവൾക്കറിയാം എങ്ങനെ അത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം. ഷീ വോണ്ട് ബോദർ അബൌട്ട് എനി വൺ. ഒരാളെയും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ലവ് എന്താണെന്ന് നമുക്ക് ലക്ഷ്മിയെ കണ്ടാൽ മനസ്സിലാകും. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.